അവന് ഞാൻ തല്ലു കൊടുക്കാതെ പറഞ്ഞയച്ചു. കള്ള റാസ്കൽ. എന്ത് പറ്റി? അവൻ പറയാണ് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാണെന്ന്. അതിനെ പ്രസവിക്കുന്നതോടെ നീ മരിച്ചു പോകുന്നത്. അല്ലേ, നീ അങ്ങ് വല്ലാതായല്ലോ. ഇവന്മാരൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ബാബാ. അതിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെ വളർത്തും? ആ കള്ളസ്വാമി പറഞ്ഞ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ ചെകുത്താന്റെ കുഞ്ഞിനെ ഞാൻ... ചേട്ടാ, പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. അപ്പോൾ ശാരദ സീരിയസ് ആണ്. ശാരദ, ചേട്ടാ, അങ്ങനെ ഒന്നും തോന്നരുത്. കൊച്ചമ്മയുടെ വയറ്റിൽ ചെകുത്താന്റെ കുഞ്ഞാ പിറന്നിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ഇന്ന് എന്നെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ദീപു വിഷമിക്കണ്ട. ദീപുവിന്റെ മനസ്സ് ഞാൻ ഒരിക്കലും നോവിക്കില്ല. ദീപു, നമ്മൾ ഈ കരയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സഹായത്തിന് പോലും ആരുമില്ലല്ലോ. എന്തായാലും ആരുപദ്രവിക്കാൻ വരില്ല രാധേ. നാളെ മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. കിട്ടുന്നത് കൊണ്ട് നമ്മൾ സുഖമായി കഴിയും. അതിന് ദീപുവിന് ജോലിയൊന്നും അറിയില്ലല്ലോ. പിന്നെ ആര് ജോലി തരും? ആരും തന്നില്ലെങ്കിൽ ഞാൻ ചുമടെടുക്കും. ദീപു, രാധേ, പോയി കിടന്നുറങ്ങും. രാധേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ദീപു, എന്താ രാധേ? പട്ടിണി കിടന്നാലും വേണ്ടില്ല, ആവുന്ന ജോലിയെ ചെയ്യാവൂ. ശരി. വേഗം വരുവോ? എന്താ, ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല, സന്ധിക്കുണ്ടെങ്കിൽ വന്നാൽ മതി. ആ, പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. വയ്യെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കേ. ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ലേ, എന്തിനാ എന്നെ വിളിച്ചോണ്ടോന്നേ? വിളിച്ചപ്പോ നീ എന്തിനാ വന്നത്? ആരകത്തിനെ കെട്ടി വിളിച്ചോണ്ട് വന്നേ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല. വെച്ച് നീട്ടി പോലും കിട്ടാതായി. എന്റെ മറ്റേ വർത്തമാനമൊന്നും എന്നോട് വേണ്ട. ഞാൻ പറഞ്ഞു എന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ. ചിലക്കാതിരിയടി, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. പിടിച്ചില്ലെങ്കിൽ തുപ്പിക്കളാം. അറ്റകുറ്റം പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. വല്ലതും തിന്നണമെങ്കിലേ ആണുങ്ങളെ പോലെ മേലെ നീ വേല ചെയ്യണം. ആഹാ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഞാനും നോക്കിക്കോളാം. എന്നെ അങ്ങ് വിട്ടേരെ. നിന്നെ ആരാണ്ട് ഇവിടെ പിടിച്ച് കെട്ടിയിരിക്കുന്നു. മനുഷ്യനെ വലയ്ക്കാതെ പോയി ചാവടി. ആറ്റിലേ ധാരാളം വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. രാധേ, നീ എങ്ങോട്ട് പോകുന്നു? എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട. എനിക്കാരുമില്ല. എന്നെ പോകാൻ പറഞ്ഞില്ലേ?
ഞാൻ പോയിക്കോളാം. രാധേ, എന്നോട് ക്ഷമിക്കേ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. നീ വാ. ഞാൻ വരുന്നില്ല. നീ എന്നെ വിട്ടു പോകുക രാധേ. ഇനിയും ദേഷ്യം വരുമ്പോ ഇറങ്ങി പോടിയെന്ന് പറയാനല്ലേ? ഇല്ല രാധേ, ഞാനിനി ഒരിക്കലും നിന്നോട് അങ്ങനെ പറയത്തില്ല. ഒരിക്കലും നിന്നെ കരയിക്കത്തുമില്ല. എന്താ മതിയോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്ക് വേവിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ല. ഒരു കഷ്ണം മതി, ബാക്കി നീ കഴിക്കും. രാവിലെ മുതൽ അരഞ്ഞു നടക്കുന്നതല്ലേ, ദീപ് കഴിക്കൂ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വഴിക്ക് വെച്ച ഒരാൾ കാപ്പി വാങ്ങിച്ചു തന്നു. നീയല്ലേ ഒന്നും കഴിക്കാതിരിക്കുന്നത്? കഴിക്കരാതെ. പാൽപ്പായസം കിട്ടിയാലും എനിക്ക് തരാതെ ദീപ് കഴിക്കില്ലെന്നറിയാം. വേല ഇറക്കാതെ അങ്ങോട്ട് തിന്നാനാ പറഞ്ഞത്. രാധേ, നിന്റെ വയറ് നിറയുമ്പോ എന്റെ വിശപ്പും മാറും. കഴിക്കരാതെ. അങ്ങനെ ഇപ്പൊ വേണ്ട. ദീപു പകുതി കഴിച്ചിട്ട് തന്നാ മതി. എനിക്ക് വേണ്ട. കഴിക്കു ദീപു. എന്റെ പൊന്ന് ദീപു അല്ലേ, കഴിക്കും. സാർ, സാർ, പെട്ടി ഞാൻ എടുക്കാം സാർ. വേണ്ട. സാറേ, സാറേ, പെട്ടി ഞാൻ എടുക്കാം സാറേ. വേണ്ട വേണ്ട വേണ്ട. സാറേ, സാറേ, പെട്ടി ഞാൻ എടുക്കട്ടെ സാറേ. രാജൻ, നീ ഇവിടെ? ദീപു, ദീപു, നീ എന്താ ഈ വേഷത്തിൽ? എല്ലാം ഞാൻ പറയാൻ രാജൻ. നീ വരൂ. എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ വീട് വിട്ടിറങ്ങി.